നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. എൻഡിസാർ ടവറിന് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് ഗൾഫിലുള്ളവർ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഉള്ളവരാണ്. കാരണം എൻഡിസാർ ടവർ പണി പൂർത്തിയായാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കെട്ടിടമായി മാറേണ്ടത് ആയിരുന്നു. അതായത് ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. നിലവിൽ അത് മലേഷ്യയിലെ കോലാലംപൂരിലുള്ള മെർഡക്ക ടവർ ആണ്. അതിൻ്റെ ഉയരം 679 മീറ്ററാണ്. എന്നാൽ എൻഡിസാർ ടവറിൻ്റെ ഉയരം 735 മീറ്ററാണ്. പക്ഷേ എൻഡിസാർ ടവറിന് ആ ഭാഗ്യം ഉണ്ടായില്ല. എന്തുകൊണ്ടെന്ന് പറയാം. അതിനു മുമ്പ് ഏതാണ് ഈ എൻഡിസാർ ടവർ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. അവർക്ക് വേണ്ടി പറയാം. 2008 ഷെയ്ഖ് സായിദ് റോഡ് ഏതാണ്ട് ബുർജ് ഖലീഫയ്ക്ക് അടുത്ത് തന്നെ ലോകത്തിലെ രണ്ടാമത്തെ അമ്പരചുംബിയായ ഒരു കെട്ടിടം പണിയുന്നതിനെക്കുറിച്ച് ദുബൈയിലെ ഏറ്റവും വലിയ ഡെവലപ്പർമാരിൽ ഒന്നായ മൈദാൻ ആലോചിച്ചു തുടങ്ങിയത്. ഇതിനായി അവർ സമീപിച്ചത് SNC ലാവലിന് കീഴിലുള്ള പ്രമുഖ നിർമ്മാതാക്കളായ അറ്റ്കിൻസിനെ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് ആഗോള സാമ്പത്തിക മാന്ദ്യം ഒരശനിപാതം പോലെ ദുബൈയെയും ബാധിച്ചു തുടങ്ങിയത്. അതോടെ അത് ആലോചനയിൽ നിന്നു. പക്ഷേ അതായിരുന്നില്ല, കെട്ടിടത്തിന്റെ ഡിസൈൻ സംബന്ധിച്ച വ്യക്തതയില്ലായ്മയായിരുന്നു നിർമ്മാണം തുടങ്ങാൻ തടസ്സമായിരുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും 2013 അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഓഫീസ് കം റെസിഡൻഷ്യൽ കെട്ടിടമായിട്ടായിരിക്കും അതെന്നാണ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അങ്ങനെയായിരുന്നു. ഫൗണ്ടേഷൻ വർക്കുകൾ അധികം താമസിയാതെ 2015 ആരംഭിച്ചു. 2016 അവസാനത്തോടെ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷേ ഡെവലപ്പർമാരുമായുള്ള പണമിടപാട് തർക്കത്തെ തുടർന്ന് 2017 ദുബൈയിലെ സിവിക് ബിൽഡിംഗ് പ്രൊപ്പോസൽസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് സ്റ്റോപ്പ് വർക്ക് ഓർഡർ നൽകി. അതോടെ ആ സ്വപ്നം പൊലിഞ്ഞു എന്ന് കരുതിയവർക്ക് തെറ്റി. 2018 അതിന് വീണ്ടും ചിറകുമുളിച്ചു. എൻഡിസാർ ടവർ അസീസി ഡെവലപ്മെന്റ്സ് ഏറ്റെടുത്തു. 2024 ജനുവരിയിൽ അതിന്റെ പേരും മാറി. അതാണിപ്പോൾ ബുർജ് അസീസി എന്ന പേരിൽ നിർമ്മാണം തുടരുന്ന കെട്ടിടം. ഇത് പണി പൂർത്തിയാകുമ്പോഴേക്കും ലോകത്തിലെ രണ്ടാമത്തെയല്ല, മൂന്നാമത്തെ ഉയരം കൂടിയ കെട്ടിടം മാത്രമേ ആവുകയുള്ളൂ എന്നും ഒരു സംശയമുണ്ട്. അപ്പോഴേക്കും സൗദി അറേബ്യയിലെ ജിദ്ദ ടവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാകുമെന്നാണ് പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 7 വർഷമായി നിർത്തിവച്ചിരുന്ന അതിന്റെ നിർമ്മാണവും ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. 160 നിലകളുള്ള ബുർജ് ഖലീഫയുടെ ഉയരം 828 മീറ്ററാണ്. എന്നാൽ ജിദ്ദ ടവറിന്റെ ഉയരം 1000 മീറ്ററിൽ അധികം വരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ബുർജ് ഖലീഫ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള കെട്ടിടവും ബുർജ് അസിസി മൂന്നാമത്തെ ഉയരം കൂടിയ കെട്ടിടവും ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് 2028 വരെ കാത്തിരിക്കണം. കാരണം ജിദ്ദ ടവറും ബുർജ് അസീസിയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് 2028 അപ്പോൾ അതുവരെ കാത്തിരിക്കാം. ഏതായാലും എൻഡിസാർ ടവറിനിപ്പോൾ വിട. ഇനി ബുർജ് അസീസിക്കായി കാത്തിരിക്കാം.